ഗൈസ്, ലൈഫ് ഓഫ് ജിയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ നിലവിൽ വന്നേക്കുന്നത് ചെറിയ ചുമയൊക്കെ ഉണ്ട്. ഞങ്ങൾ വേറെ പൂളി കുളിക്കാൻ പോകണേ. ഞങ്ങളിപ്പോ നിലവിൽ വാഗമണിലാണ് ഞങ്ങളിപ്പോ നിലവിലുള്ളത്. ഗൂയ്സ്, ഓ എങ്ങനെയുണ്ട്? ഓ എന്റെ പൊന്നോടോളങ്ങളെ, വെള്ളത്തിറങ്ങണമെന്നും പറഞ്ഞു ഞാനിവിടെ പാട്ട് വെള്ളത്തിറങ്ങണ കുന്തളിപ്പ് കാണിച്ചിട്ട് നോക്കിയേ, സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് പാട്ട് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പിനെ കുളിപ്പിക്കട്ടെ, പാമ്പിനെ കുളിപ്പിക്കട്ടെ, പാമ്പിനെ കുളിപ്പിക്കട്ടെ. കാലിപ്പിടി, കൈപ്പിടി. മാറിക്കോ, മാറിക്കോ, ഇത് പോരാണ്ടരും. മാറിക്കോ, ഇത് പോരാണ്ടരും. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട് പറയൂ. ഞാൻ നോക്കട്ടെ. ഞാൻ മുതലാക്കാമോ? ഓ ഗൈസ്, അമ്മതേ പുള്ളിറങ്ങി ചേട്ടിറങ്ങി. ഓ തൊഴഞ്ഞൊഴിഞ്ഞ് തുടങ്ങിയിരിക്കുവാണ് ഗൈസ്. ദീപാമ കൊടുക്കത്തെ പേടിയാട്ടാ. കണ്ട ദീപാമേ, റിലാക്സ് ആവും, റിലാക്സ് ആവും. ഇത്രയുള്ള ആഴം, ഇത്രയുള്ള ആഴം, എല്ലായിടത്തും ഇത്രയുള്ള ആഴം. അല്ല, അവിടെ സ്റ്റെപ്പ് ഉണ്ട്. എന്തിനാ പൊക്കിക്കേട്ട? ഇതിനെ പൊക്കിക്കേട്ട JCB എടുക്കേണ്ടി വരും. അന്നേ അവിടെ സ്റ്റെപ്പിക്കട്ടെ. ഇത്ര ആഴമുള്ള കേട്ടോ ദീപാമക്ക്. രണ്ട് ദീപാമക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറാൻ പോണെ. അയ്യോ കരയല്ലേ, കേട്ടി തരാം. ഈശ്വര, ഇവിടെ വൈബോട് വൈബാണ് ഇവിടെ. എടി, നീ കൂളായിട്ട് ഇറങ്ങി ഒന്ന് നോക്ക്, കൂളായിട്ട് ഇറങ്ങ്. അത്ര ഉള്ള കാര്യം, അത്ര ഉള്ള കാര്യം. തലയിടിക്കും, തലയിടിക്കും, പിടിക്കരുത്. ഓ അമ്മക്ക് വെള്ളം തണുപ്പ് പേടിയൊക്കെ. എന്താ മൂലൊക്കെ പോയിട്ട് തണുത്തിരിക്കണോ? ചിരിക്കാൻ പോലും പറ്റില്ല. പല്ല് കിടന്ന് കിടക്കണേ. പല്ലെടുന്ന് കടകടാന്നും പറഞ്ഞു നടക്കണേ. ഇവിടെ ആശുപത്രി ഓക്കെ, വാ 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 ഗൈസ്. അപ്പൊ ഞങ്ങളിത് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ വന്നിട്ടില്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ടുപോകല്ലേ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പൂള്. ഇതേ കണ്ട, പുറകെ കണ്ട, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൈസായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഒക്കെ വരും, എന്നാലും കുഴപ്പമില്ല. പറഞ്ഞ പാട്ടില്ലെന്നാണെങ്കിൽ ഇവിടെ സൈലന്റ് ആയി പോകും. One, two, three.
ഗൈസ് അപ്പോൾ അതെ മണിക്കൂറുകളോളം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കുളിച്ച് സീനായി. ലാസ്റ്റ് ഇതേ നോക്കി, ഞാനുണ്ട്, കൊച്ചുണ്ട്, ഡൂഡുണ്ട്, സനു ഉണ്ട്. ഞാനും സനുവും ഡൂഡും കൂടിയാണ് ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നത്. ബാക്കി എല്ലാവരും ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ. ഓ ഇതിനിടയ്ക്കൊരു മദാമേ സായിപ്പൊക്കെ വന്നിട്ടാ. അവര് സായിപ്പാണെങ്കിൽ ഇറങ്ങണമില്ല. എടാ സായിപ്പ് വന്നിട്ട് എന്താ ഇവിടെ അതിന് ഇവള് കണ്ടിട്ട് പോലില്ല. മദാമ കൂടെ കിടന്ന് നീന്തി അടിപൊളിയായിട്ട് പോയി. ചെറിയൊരു മീനല്ല. ഇവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കണത്. ഫുഡ് വേണമെന്നാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേരെന്നൊക്കെ പറഞ്ഞേക്കണത്. ഇതാക്കാന്നാണ് മുട്ടക്കുന്ന ആ ഭാഗമൊക്കെ. ഓ ഡിലക്സ് റൂം, ഇതൊക്കെ കോട്ടേജ് സെറ്റപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ. ഈ സൈഡിലോട്ട് കോട്ടേജൊക്കെയാണ്. ഞങ്ങൾ 6 റൂം, 1 2 3 4 5 6 റൂം, ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള 6 റൂമാണ് നമ്മൾ എടുത്തേക്കണത്. തണുത്തിട്ട് പോയി കേട്ടോ, സത്യം കിട്ടും. സായിപ്പിന് എന്തായാലും കുറ്റം പറയാൻ പറ്റൊന്നുമില്ല. ഞങ്ങൾ മണിക്കൂറുകളായി വെള്ളത്തിൽ കിടക്കണത്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതെന്താണത്? എല്ലാവരും വിരിച്ചിട്ടിട്ട് പോയേക്കണേ. അവരൊക്കെ കുളിച്ചട്ടെ, എല്ലാവരും വിരിച്ചിട്ടേക്കണേ. നമുക്ക് ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഉണ്ടോ നിങ്ങളെ? യെസ് ഗൈസ്, അപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. ഉരുണ്ട് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നിട്ടും അവിടെ തന്നെ നടന്നോളാം. നമ്മുടെ ഇന്നലെ പൂളി കിടന്നിട്ട് ഇന്നത്തെ രാത്രി ചെറിയ ക്യാമ്പ് ഫയർ പരിപാടിയൊക്കെ എൻജോയ് ചെയ്തത്. ഇപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഭയങ്കര കാറ്റാണ്, ശരി ആവശ്യത്തിന് നല്ല തണുപ്പുണ്ട്. ഭയങ്കര കാറ്റാണ്. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് കൊച്ചിനെ കൊണ്ടുള്ള വണ്ടി പറ്റിയാക്കിയിട്ടുണ്ട്. ഭയങ്കര രസോട്ടോ അവിടെ. കുറേ ഫോട്ടോ ചെറുതായിട്ട് ചുമയൊക്കെ ഗൈസ്. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ റിസപ്ഷൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടോ സ്ഥലമൊക്കെ കാണാൻ. പിന്നെ ഈ വന്നാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം ഡീറ്റെയിൽ ആയിട്ട്. പൊളി വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ചില്ല് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇവിടെ വണ്ടി എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ലല്ലോ. അതെ, സീറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ. പിന്നെ ഊരി വെച്ച 2 സബ്ബോ എന്തൊക്കെയുണ്ട്, അതും കൂടെ കയറി കഴിഞ്ഞാൽ വണ്ടി വെറുതെ പോളിസാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിലിരിക്കുന്ന സാധനം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു സബ്ബും സ്പീക്കറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ലേസർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? അമ്മ വണ്ടി എങ്ങനെയുണ്ട്? യെസ്. അപ്പോൾ ഭൂരിഭാഗം പറയുന്നൊരു കാര്യം അതാണ്. റിസോർട്ട് എങ്ങനെയുണ്ട്? റിസോർട്ട് അടിപൊളിയാണ്. പൂളാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം അടിച്ചേറ്റ് അതിൻ്റെ ക്ഷീണത്തിലേക്കാണ്. ഏയ് അബ്രു, ആനേനെ കിട്ടിയാ?
അബ്രുവിന് ഇതാ കാണുന്ന ആനേനെ വേണമെന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്. ദീപാമേ ഓ സുന്ദരിയാണ്ടല്ലോ ഇന്ന്. ആ അത് എനിക്ക് മനസ്സിലായി, ഇന്നലെ സ്വിമ്മിംഗ് പൂളിൽ ഉന്തിയിട്ടാണ് ഞാൻ. ഗൈസ് അപ്പം ഞങ്ങളിതേ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിയേക്കണാണ്. ഞാൻ ഒരുപാട് വർഷം കേട്ടോ പൈൻ ഫോറസ്റ്റിൽ കയറിയിട്ട്. ഇപ്പോൾ ദേ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കല്ല് ഇടാൻ പാടില്ലെന്നാണ് ഡോമിനിക് പറയുന്നത്. അതിടാം, ഇതിടാൻ പാടില്ല. ഇതിട്ടേനെ തെന്നും. ശരിയാണ് കേട്ടോ, നല്ല തെന്നലുണ്ട്. ഒന്നാമത് ഇതും കൂടി കിടക്കണോണ്ട് സംഭവം സെറ്റാണ്, കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ ഇത് തെന്നിപ്പോവും. കല്ലിൻ്റെ ഒരു പ്രശ്നമാണ് ഡോമിനിങ്ങൾ പറഞ്ഞത്. കാരണം ഡോമിനിങ്ങൾ ഗാർഡൻ വർക്കറാണ്, ലാൻഡ്സ്കേപ്പ് വർക്കുകളൊക്കെയാണ് ചെയ്യണത്. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്യും. ഇവിടെ എല്ലാരും പിടിച്ചു പോയില്ല, തെന്നടിച്ച് താഴ്ത്ത് വരും. കല്ലൊരു ഗ്രിപ്പില്ലാത്ത കല്ല. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. നമ്മളപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തങ്ങൽപ്പാറയിലോട്ട് വന്നേക്കണേ. ഇത് തങ്ങൽപ്പാറയുടെ വിഷ്വലിലാണ്. ഈ മലയുടെ മുകളിൽ കയറാൻ പോണേ. ഈ മലയുടെ നമ്മുടെ വണ്ടി ഏകദേശം വണ്ടികളൊക്കെ ഭാഗത്തായിട്ട് വണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി കയറി തുടങ്ങിയപ്പോൾ തന്നെ കാറ്റൊക്കെ ഉണ്ട്. വെയിലോട്ട് കാറ്റുണ്ട്. എനിക്കിത് പെയിൻ്റെ അകത്ത് 6 സ്പെക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ കാണാൻ പറ്റൂലേ. കാറ്റടിച്ചിട്ട് ഞാൻ പറയാനല്ല വരും. അത് രസമുണ്ട് കേട്ടോ സംഭവം. അവിടെ നിന്ന് കാണുമ്പോൾ ടെററാണെങ്കിലും വലിയ കഷ്ടപ്പാടില്ല കയറി പോകാന്ന് എനിക്ക് തോന്നല്ല അതിന്. അതെ, പക്ഷെ വെയിലുണ്ട്. രസമുള്ള ചുറ്റാണ്. ചിക്കുവിനോട് കൊടുക്കുന്ന പേടിയുണ്ട്. ചിക്കുവിന് കണക്കിനാണ് കയറണത്. ഓ എൻ്റെ അമ്മ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. സ്റ്റാർട്ട് ചെയ്ത് അറ്റത്തൊരു ഇതുണ്ട്, കബറിടം. ഒരു വലിയ പാറയുണ്ട്, അതിനകത്ത് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന. അതാണല്ലോ ഇവിടെ, എനിക്കറിയില്ല. കബറിടം വലുതാവുന്നതാണ് എന്റെ അറിവിലുള്ളത്. എത്ര ഇതാവുമ്പോ എത്ര ഇത് വെച്ച് വലുതാവുന്നുണ്ട്. എന്തോ അത്ഭുതമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ആ മലയുടെ മുകളിലാണോ? അതിന്റെ അപ്പുറത്ത് പോകണേ. ചിക്കു എന്താണ് പോവാ മുകളിൽ കയറാം. ചിക്കുവിന് ഒറ്റക്കിട്ടിട്ട് പോകാൻ എന്തായാലും ഞങ്ങൾക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഒട്ടക്കുന്നിലേക്ക് എത്തിയുണ്ട്. അപ്പോൾ ഇനി സിപ്പ് ലൈനിൽ കയറാൻ പോണേ. സൗദാൻഡി കയറിക്കൂല്ലേ? സനു, അനു, കൊച്ച്, ചിഞ്ചു, ഡിനു ഉണ്ടോ? ആ എന്നാ കൊണ്ടുപോയിക്കോ. അപ്പൊ ഞാൻ കൊച്ചിനെ ഞാൻ കൈമാറുക. ചിക്കും ഡിനും സെക്കൻഡ്, ഞാനും ചിഞ്ചു ലാസ്റ്റ്. ഞങ്ങൾ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടോ. അവിടെ എത്തിയിട്ട് വിടോളൂ. അവിടെ നിൽക്കുമ്പോ ഒരു സീൻ തോന്നൂലേ? ചാടിക്കാൻ പറ്റാവൂല, പേടിക്കണ്ട. ചേട്ട കയറണം കേട്ടോ. എല്ലാരും കയറണപ്പോഴത്തേക്കും ചേട്ടക്ക് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം.
കൈ വിട്ടാനൊന്നും പറ്റൂല. ഇവിടെ ഭയങ്കര ടെൻഷനാണ് നോക്കി. ഞാനൊരു സിംഗിൾ ബോട്ട് എടുത്തു. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ സിംഗിൾ ബോട്ട് എടുക്കുള്ളൂ. പിന്നെ ഇതേ സനു ഇവിടെ ഉണ്ട്. വാടാ സനു. ഏ ഗുയിസ്. ആസ് യൂഷ്വൽ മറ്റേ കോംബോ. ഇന്ന് ചില്ലു ഇല്ലാത്തതുകൊണ്ട് കൊച്ചി. ഡിനും സനുവും നമ്മുടെ പഴയ കോംബോ തന്നെ. അതെ തന്നെ, അനുവും സനു. അനുവും ഐസപ്പത്തെ ഡോമിനെങ്കിലും ചേട്ടൻ കൂടി ഇറങ്ങിയേക്കണാണ്. കമോൻ തുഴഞ്ഞോ ഗൈസ്. ഞങ്ങളുടെ സെയിം സ്പോട്ട് ഗ്യാതറിങ്. അതെ, സ്പോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോട്ടാ. ബാക്കോണിൽ ഈ മൂലൊക്കെ വന്നിട്ടാണല്ലോ തോന്നുന്നു. അതെ, ഇത്ര ഉള്ള ആഴം ഇത് കണ്ടോ. രസമല്ലേ. നമ്മുടെ കൊച്ചിയിൽ ഇതുപോലെ കുറെ ഇതൊക്കെ ഉണ്ട്. അവിടേക്ക് ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കയാക്കിങ് ചെയ്യാൻ. എടാ കൂടെ എന്നെ കെട്ടിയിട്ടാ കയറല്. അയ്യോ